അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ തേൻമൊഴിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി. കൂട്ടുകാരെ, റമദാൻ അടുത്തെത്തി നിൽക്കുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ റമദാൻ ഉള്ളൂ അല്ലേ? എല്ലാവരും റമദാനെ വരവേൽക്കാൻ വളരെ ഹാപ്പിയായി സന്തോഷത്തോടെ നിൽക്കുകയായിരിക്കും അല്ലേ? പക്ഷേ പരീക്ഷ കൂടി ഉണ്ടല്ലേ ഈ ഒരു റമദാനിൽ. കഴിഞ്ഞ റമദാനിൽ ഒന്നും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് ഈ റമദാൻ പരീക്ഷാ സീസണിലാണ് ശരിക്ക് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നുകൂടി നന്നായി ഒരുങ്ങിയാൽ റമദാനെ വളരെ സന്തോഷത്തോടു കൂടി റമദാനിലെ എല്ലാ പുണ്യങ്ങളും നേടിയെടുക്കാൻ നമുക്ക് പറ്റും. എന്തൊക്കെ പുണ്യങ്ങളാണ് റമദാനിലുള്ളത് നമുക്കറിയാം അല്ലേ? റമദാൻ ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു മാസമാണ്. നമുക്ക് റമദാനിലെ രാവിലെ അത്താഴം കഴിക്കുന്നത് മുതൽ നോമ്പ് നോൽക്കുന്നതും വൈകുന്നേരം നോമ്പ് തുറക്കുന്നതും നോമ്പ് തുറന്നതിന് ശേഷം രാത്രി തറാവി നമസ്കരിക്കുന്നതും ഇങ്ങനെ തുടങ്ങി റമദാനിൽ മൊത്തത്തിൽ നമുക്കൊക്കെ നമ്മുടെ കുടുംബവും വീടും ഉമ്മയും ഉപ്പയും ജ്യേഷ്ഠനും അനിയനും താത്തയും ഒക്കെ ഒന്നിച്ച് വളരെ സന്തോഷത്തോടുകൂടി കഴിയുന്ന ആരാധനകളിൽ മുഴുകുന്ന ഒരു സമയമാണ് റമദാൻ. അപ്പൊ അതുകൊണ്ട് നമുക്കും ഈ ഒരു പരീക്ഷാ സീസണിന്റെ ഇടയിൽ റമദാനെ നന്നായി വരവേൽക്കാൻ കഴിയണം. എങ്ങനെയൊക്കെ റമദാനെ വരവേൽക്കുക? നമുക്കിപ്പൊ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കാം. എങ്ങനെയൊക്കെയാ റമദാന് ഞാൻ ഖുർആൻ ഓതുക? ഏതൊക്കെ സമയത്തായിരിക്കും ഓതുക? എന്റെ പരീക്ഷനെ ബാധിക്കാത്ത രൂപത്തിൽ. പരീക്ഷ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് സമയം എന്തായാലും പഠിക്കേണ്ടി വരും അല്ലേ? അപ്പൊ പഠിക്കുന്ന സമയം അല്ലാത്ത വേറെ സമയം ഉണ്ടാവില്ലേ? ഒരുപാട് സമയം ഉണ്ടാവും. ആ സമയത്തൊക്കെ ഖുർആൻ എങ്ങനെ എടുത്തോതാം? ചിലപ്പോൾ സുബഹി നിസ്കാരത്തിന് ശേഷമായിരിക്കും. നമ്മളൊക്കെ രാവിലെ സുബഹി നിസ്കാരിക്കാറില്ലേ? സുബഹി നിസ്കാരത്തിന് ശേഷം കുറച്ച് സമയം നമ്മൾ എന്നും ഖുർആൻ ഓതും. അല്ലെങ്കിൽ ളുഹ്ർ നിസ്കാരത്തിന് ശേഷം കുറച്ച് സമയം എന്നും ഖുർആൻ ഓതും. ഇങ്ങനെ ഓരോ നിസ്കാരത്തിന് ശേഷം ഖുർആൻ ഓതാം. നമുക്ക് എപ്പോഴൊക്കെയാണോ ഒഴിവ് സമയമുള്ളത് അപ്പോഴൊക്കെ ഖുർആൻ ഓതാം. ബാക്കി ദിക്റുകൾ ചൊല്ലാം. അങ്ങനെ നമ്മുടെ നോമ്പിനെ കൂടി പരീക്ഷയുടെ ഇടയിൽ തന്നെ നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതിന് നമുക്ക് സഹായകമാവുന്ന ഒരു പാട്ട് നമുക്കൊന്ന് പാടി നോക്കാം. ആ പാട്ടിൽ കുറേ കാര്യങ്ങൾ കുറെ സുന്നത്തുകൾ നമുക്ക് ഈ ഒരു പാട്ടിലൂടെ പഠിക്കാൻ കഴിയും. എല്ലാവരും ഒന്നിച്ച് പാടിയാലോ? ഞാൻ ആദ്യം പാടാം, ശേഷം നിങ്ങൾ കേട്ട് പാടണം കേട്ടോ. റമളാൻ മാസമടുത്തല്ലോ, റഹ്മത്തിൻ ഷഹ്റാണല്ലോ, ഖുർആൻ ഇറങ്ങിയ മാസമിതിൽ നോമ്പതു നോൽക്കൽ ഫർളാണേ. റമളാൻ മാസം പകലിൽ നാം നോമ്പുള്ളോരായി കഴിയണം. സുബ്ഹി മുതൽക്ക് തുടങ്ങേണം, മഗ്രിബ് വരെയും തുടരേണം. അതിൻ്റെ ഇടയിൽ തിന്നരുതേ, ദാഹം തീർക്കാൻ നോക്കരുതേ. വാക്കുകൾ നന്നായി സൂക്ഷിക്കാം, നല്ലതു മാത്രം ചൊല്ലിടാം. വഴക്കു കൂടാൻ പോകരുതേ, നോമ്പിൻ കൂലി കളയരുതേ. സമയത്തിൻ വിലയറിയണം, പാഴാക്കാതെ ഇരിക്കണം. നിസ്കാരത്തിൻ കാര്യത്തിൽ നിഷ്ഠ പുലർത്തണമെല്ലാരും. സംഘനമസ്കാരത്തിനായി പള്ളിയിൽ പോകൽ ഗുണമാണേ. ഖുർആനിന്റെ മാസമിതിൽ ഖുർആനോദാം നന്നായി. രാത്രിയിലുള്ള തറാവീഹ് നിസ്കാരത്തിൽ കൂടേണേ. അങ്ങനെ എല്ലാ നന്മകളും ചെയ്യുന്നോരായി മാറേണേ. എങ്കിൽ നാളെ സ്വർഗത്തിൽ റയ്യാൻ എന്ന കവാടത്തിൽ നമുക്ക് സ്വാഗതമരുളിയിടും മലക്കുകൾ അത് ഓർക്കേണേ. ഈ ഒരു പാട്ട് നമ്മളെല്ലാവരും കാണാതെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഈ പാട്ടിന്റെ വരികൾ ഈ ഒരു യൂട്യൂബ് വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് കൊടുക്കാം. അത് കണ്ട് ഒപ്പം കേട്ട് എല്ലാവരും ഒന്ന് കാണാതെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ റമദാനിലെ നമ്മുടെ ഖുർആൻ പാരായണവും നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും ഒക്കെ പരമാവധി നോമ്പുകൾ നമ്മൾ എടുക്കാൻ നോക്കില്ലേ? 30 നോമ്പാണെങ്കിൽ 30 നോമ്പും എടുക്കാൻ ശ്രമിക്കണം അല്ലേ? അങ്ങനെ നമ്മുടെ റമദാനെ ഏറ്റവും നന്നായി ഏറ്റവും നമുക്കൊക്കെ ഉപകാരമുള്ള രൂപത്തിലുള്ള നോമ്പുകളാക്കി മാറ്റാൻ നമുക്കൊക്കെ കഴിയണം. ഈ പാട്ട് എല്ലാവരും കാണാതെ പഠിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ
വഴികളിൽ തേൻമൊഴികൾ കേട്ടിടാം, നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി.